ഹായ് ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടി യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈ ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. ആട് 3 ജയസൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രം ആട് 3 ഈ മാസം 19-ന് തിയേറ്ററിലേക്ക് എത്തും. ജയസൂര്യ, വിനായകൻ, സൈജു കുറുപ്പ്, ധർമ്മജം ബോൾഗാട്ടി ഇങ്ങനെ തുടങ്ങുന്ന നീണ്ട താരനിര. വിജയ് ബാബുവിൻ്റെ പ്രൊഡക്ഷൻ നമുക്കെല്ലാവർക്കും അറിയാം. ആട്, അതിനുശേഷം ആട് 2, ആട് 3, ആട് സീരീസിൻ്റെ 3-ാമത്തെ ഭാഗം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആട് ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ വൻ ഫ്ലോപ്പായിരുന്നു. അതിനുശേഷം അത് ടി വിയിലും അതോടൊപ്പം DVD-കളിലൊക്കെ അങ്ങനെ പോയി വൻ ഹിറ്റായ ഒരു ചിത്രമായിരുന്നു ആട്. അതിനുശേഷം അതിൻ്റെ ഒരു സ്വീകാര്യത മനസ്സിലാക്കിയതിന് ശേഷമാണ് സംവിധായകൻ ആട് 2 ഇറക്കിയത്. അത് നല്ല രീതിയിൽ സാമ്പത്തിക വിജയം നേടി. 2017-ലാണ് തോന്നുന്നു ആട് 2 പുറത്തിറങ്ങിയത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം 2026 ആട് 3-യുമായിട്ട് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജയസൂര്യയുടെ ആ ഒരു ഷാജി പാപ്പൻ എന്നൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ച ഇത്രയേറെ സിനിമകളുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സിലേക്ക് എത്തുക ഒരുപക്ഷെ ഷാജി പാപ്പനായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ജയസൂര്യ എന്ന ആ ഒരു നടൻ്റെ റീച്ച്, അല്ലെങ്കിൽ ആ ഒരു ഷാജി പാപ്പാൻ എന്ന ക്യാരക്ടറിനായിരിക്കും ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയേറെ ഐക്കോണിക് ക്യാരക്ടറുകളാണ് ആ ഷാജി പാപ്പാൻ. മാത്രമല്ല ഇതിലെ ക്യാരക്ടറുകളെല്ലാം ഐക്കോണിക്കാണെന്ന് പറയാം. ഈ ചിത്രത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ഘടകം എന്നത് പറയുന്നത് വിനായകൻ്റെ ആ ഒരു ആട് 2-ൽ അദ്ദേഹം തകർത്ത് വാരി. ആട് 2-ൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിനായകൻ്റെ ആ ഒരു പെർഫോമൻസ് ആയിരുന്നു. അതുതന്നെയാണ് ആട് 3-ലും ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഗ്രാമവാസി എടാ സോമ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ച ആ ഒരു ഡയലോഗ്സും കാര്യങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്യുവാനായിട്ടുള്ള കാരണം എന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് 2 മാസങ്ങളിൽ വേണ്ടത്ര, ജനുവരിയിലും ഫെബ്രുവരിയിലും വേണ്ടത്ര ഒരു സാമ്പത്തിക വിജയങ്ങളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും തിയേറ്ററിനെ ഒന്ന് ഇളക്കി മറിക്കാനോ സാധിച്ചില്ല. അപ്പം ആട് 3 എന്നത് ജയസൂര്യയുടെ കരിയറിലെ തന്നെ നല്ലൊരു ഇനീഷ്യൽ കിട്ടുവാനായിട്ടുള്ള ഏറ്റവും നല്ല ചാൻസും ഉണ്ട്. മാർച്ച് 19-നാണ് തിയേറ്ററിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പണിംഗ് ആയിരിക്കും ചിത്രത്തിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഷാജി പാമ്പിനും കൂട്ടർക്കും വേണ്ടി കേരളം ഇങ്ങനെ കാത്തിരിക്കുകയാണ് 3-ാം ഭാഗത്തിൽ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു ട്രെയിൻ ട്രാവൽ രീതിയിലുള്ള ചിത്രമാണോ എന്ന രീതിയിലൊക്കെയുള്ളൊരു ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു പഴയ കാലഘട്ടമൊക്കെ കാണിക്കുമ്പോൾ. ഏതായാലും നല്ലൊരു വിജയമായിരിക്കും എന്നതാണ് തോന്നുന്നത്. അറിയില്ല ഇനി ഫസ്റ്റ് പാർട്ടിനെ സെക്കൻഡ് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം. സാധാരണ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് വെച്ചാൽ തേർഡ് പാർട്ട് 2 പാർട്ടിനെക്കാട്ടിലും മോശമാകുന്ന രീതിയിലാണ് സാധാരണ സംഭവം കണ്ടുവരുന്നത്. പൊതുവേ ഒരു സിനിമ സീരീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കണ്ടുവരിക. ഇത് എങ്ങനെയാവും? ആദ്യത്തെ 2-നേക്കാൾ മികച്ചതാവുമോ അല്ലെങ്കിൽ ആദ്യത്തെ 2-നേക്കാൾ നെഗറ്റീവ് അടിക്കുമോ? നമുക്ക് കാത്തിരിക്കാം. ആട് 3 ഏതായാലും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി കഴിഞ്ഞു. നല്ല ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ആട് 3 ഷാജി പാപ്പാനും കൂട്ടരും. മറ്റൊരു പ്രത്യേകത എന്നാൽ ജയസൂര്യയുടെ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന ചിത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം കത്തനാർക്ക് വേണ്ടി ചിത്രമെല്ലാം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു ചിത്രം വൻ പോസിറ്റീവായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു തിരിച്ചുവരവായിരിക്കും. അതിനുശേഷം കത്തനാർക്കും അതൊരു പോസിറ്റീവ് ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ. ബൈ.